ജില്ലയിൽ കൂടുതൽ പേരിലേക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ട്. നെല്ലിമൂട് കണ്ണറവിള സ്വദേശിയായ യുവാവ് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. സമീപത്തെ കുളത്തിൽ നിന്ന് രോഗബാധ ഉണ്ടായി എന്നാണ് ഇപ്പോഴും സംശയിക്കുന്നത്. തിരുവനന്തപുരം കണ്ണറവിളയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 24-കാരനായ അഖിൽ എന്ന ചെറുപ്പക്കാരൻ മരിച്ചത്. അഖിലിനോടൊപ്പം ഈ സമീപത്തെ കുളത്തിൽ കുളിച്ചവർക്കും രോഗബാധയുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് 2 പേർ ആശുപത്രിയിലാണ്. ഈ കുളത്തിൽ ആണോ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ കുളിക്കുന്നത്? സാർ, ഒരു 60ഓളം പേര് ഈ കുളത്തിൽ തന്നെയാണ് കുളിക്കുന്നത്. കാരണം ഇവിടെ വെള്ളം വേറെ ഒരു സ്രോതസ്സില്ല. അപ്പൊ അതുകൊണ്ട് ആ കുളത്തെ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നവരാണ്. ഈ 60 പേരും അതിൽ കുളിച്ചവരാണ്. ആ കുളിച്ചവരിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ കൊച്ചിന് വരെ ശരിക്കും പറഞ്ഞ ജലദോഷത്തിന്റെ ആരംഭം വരുന്നുണ്ട്. അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ശരിക്കും ഇത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്നോ എത്രത്തോളം ഇതിന്റെ ഒരു വ്യാപ്തി ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞു ഞങ്ങളുടെ കൊച്ചും മരിച്ചിട്ട് ഇന്നിപ്പം 13-14 ദിവസമായി. അത് കഴിഞ്ഞാണ് ഇവർക്കൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ കണ്ട് ഇങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ധാരാളം ആളുകൾ കുളിക്കുന്ന കുളമാണ്. ഈ കുഞ്ഞും കുളിച്ചെന്ന് പറയുന്നു. കുഞ്ഞിനും ജലദോഷമുണ്ട്. ഇത് ആരോഗ്യവകുപ്പിന്റെ എന്തെങ്കിലും പരിശോധന എന്തെങ്കിലും ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ. ഈ കുഞ്ഞിന്റെ മാത്രമല്ല, വേറെ ഒരുപാട് പേര് കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരുപാട് കുഞ്ഞുങ്ങളും അത് ചെയ്യുന്നതാണ്. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ഒരിത് വന്നിരിക്കുന്നത് പറയുന്നത് 40 പേര് നിരീക്ഷണത്തിലാണ്, അങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ ഇവിടെ നടന്നിട്ടില്ല. ഈ മരണ ദിവസം വന്ന് പിറ്റേന്നും വന്ന് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവർ പോയതല്ലാതെ ഇതിന് തുടർന്നുള്ള നടപടികളോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല അവര്. ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഇവിടെ ഗവൺമെന്റ് ആശുപത്രി വെൺപകലാണ് ആദ്യം ഉള്ളത്. ആ ആശുപത്രി കൊണ്ടുപോയി ഈ ലക്ഷണം മൊത്തം പറയുന്നുണ്ട്. അപ്പൊ എന്റെ അനിയന് നല്ല ബോധമുണ്ട്, ഓർമ്മയുണ്ട്. ആ ഡോക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പാരസെറ്റമോൾ കൊടുത്ത് വീട്ടിലേക്ക് വിടുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെയ്യാറ്റിങ്കരയും ഗവൺമെന്റ് ആശുപത്രിയാണ്. അവിടെയും ചെന്ന് ഇതേ രോഗലക്ഷണം പറഞ്ഞിട്ട് അവര് ജസ്റ്റ് ഒരു തലവേദനയുടെ പനിയുടെ ഗുളിക കൊടുത്തു വിട്ടു. അപ്പോഴും ഇതിന് ഇങ്ങനെ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഇതാണെന്ന് അവരും ചിന്തിച്ച് ഇതുപോലെയുള്ളവരടുത്ത് പറയുന്നുമില്ല. അതിന്റെ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ അതിന്റെ സ്കാനിങ്ങിനോ അങ്ങനെ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യാനും കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് പിന്നെയും കൂടുതലായപ്പോഴാണ് അടുത്തുള്ള KV എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ആ ഡോക്ടറിന്റെ അടുത്തും ഈ രോഗവിവരം പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർ സ്കാനിങ് എന്ന് പറഞ്ഞ ഒരു കടമയിലേക്കും ആ റിപ്പോർട്ടിലേക്കൊക്കെ അവരാണ് നീങ്ങിയപ്പോഴാണ് ആ റിസൾട്ട് കിട്ടിയപ്പോഴാണ് അണുക്കൾ ബാധിച്ചു. അപ്പൊ തന്നെ ആള് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി. 3 ദിവസത്തോളം ആയി ഈ പോക്കും വരവും കാര്യങ്ങളും. 4ാമത്തെ ദിവസമാണ് ഇവിടുന്ന് കോലഞ്ചേരി എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പൊ ആ ഡോക്ടർ വിചാരിച്ചേക്കുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സർജറി ചെയ്തതിന്റെ ആകാം എന്നാ. പക്ഷെ അണുക്കളാന്നുള്ളത് ആ ഡോക്ടറിന് മനസ്സിലായി. അവിടെ വന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ ആദ്യം ചോദിച്ചത് ഈ കൊച്ചു കുളത്തിൽ നിന്നെങ്ങാനും കുളിക്കുന്നുണ്ടോ, ഇവരെവിടെയാണ് കുളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഈ കുളത്തിലേക്ക് ചൂണ്ടുന്നത്. അത് ഇപ്പോഴും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഈ കുളം തുറന്നു വിടാൻ നെഗറ്റീവ് ആകും അല്ലെങ്കിൽ ആയേക്കാം എന്ന് ഞങ്ങൾ പറയുന്നത് ഈ കുളം തുറന്നു വിടാൻ പിറ്റേ ദിവസം മുതൽ ആൾക്കാർ ഇവിടെ വന്നു. DMO ഇവിടെ വന്നു, ഹെൽത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവർ ഇവിടെ വന്നു. എല്ലാവർക്കും അവരുടെ ആവശ്യം ഈ കുളം തുറക്കണം. ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആളുകളെല്ലാം ഭയപ്പാടിലാണോ? അതെ, ഭയപ്പാടിലാണ്. ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം നല്ല രീതിയിലൊരു ഭയമുണ്ട്. മകൻ ഇപ്പോ ഐസിയുലാണോ? ഇപ്പം ഐസിയുലായിരുന്നു. ഐസിയിൽ മാറ്റി. അവന്റെ അനുജനും ഇപ്പോ ഈ മൂക്കിൽ നിന്നുള്ള സ്രവം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ പൊതുവെ ഇവിടെ 4 പേര് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരാൾ മരണപ്പെട്ടു. അതിനകത്ത് ഒരു നടപടികളും ഇവിടെ DMO വന്നെന്നൊക്കെ പറയുന്നതല്ല. പറഞ്ഞു അത് വന്ന് സാമ്പിൾ എടുത്തിന് പോയതിനു ശേഷം ഇതുവരെ അതിന് യാതൊരു മറുപടിയോ അല്ലെങ്കിൽ റിസൾട്ടിന്റെ ഒന്നും ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. അഖില് നേരത്തെ അപകടത്തിൽപ്പെട്ടു. അതിന്റെ തലവേദനയും പനിയും ഒക്കെ ആണെന്നാണ് കരുതുന്നതാണ് പറയുന്നത്. എന്തായിരുന്നു, എങ്ങനെയാണ്? മോന് 17-ാം തീയതി തൊട്ടാണ് സുഖമില്ലാതായത്. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു തല. അപ്പം ഞങ്ങൾ കൊണ്ടുപോയി തല സ്കാനിങ് ചെയ്തു. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കണ്ണാശുപത്രി കാണിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ ഈ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ മോനെ ഒന്ന്. അപ്പം മോള് ചോദിച്ചായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറെ എന്തെങ്കിലും. അപ്പോൾ പറഞ്ഞു ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, നിങ്ങൾ മോനെ ഓപ്പറേഷൻ ചെയ്ത് ആ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ശനിയാഴ്ച കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ 20-ാം തീയതി കൊണ്ടുപോയത്.
അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഞങ്ങളെ മോനെ നോക്കിയ ഡോക്ടർ അവര് പറയുന്നുണ്ട് മോനെ അതിന്റെ ഒരു പ്രശ്നവും ഇല്ല, ഓപ്പറേഷൻ ചെയ്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, മോനിങ്ങനെ അണുബാധയാണ് തലയിൽ ഉള്ളതെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പൊ പിന്നെ മോളാണ് കയറി ഐസിയുവിനകത്ത് കയറി എല്ലാം സംസാരിച്ചതൊക്കെ. അപ്പൊ ഞാൻ പുറത്തിരിക്കുകയായിരുന്നു. അപ്പൊ മോളടുത്താണ് ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ മോളാണ് എല്ലാം പറഞ്ഞത്. അവളടുത്താണ് എല്ലാം പറഞ്ഞത്. എന്റെ മകൻ നഷ്ടപ്പെട്ട് ഇനി ഇപ്പൊ കിടക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ ജീവൻ നഷ്ടപ്പെടരുത്. ഞാനൊരമ്മയാണ്. എന്റെ 27 വയസ്സായ മകൻ മരിച്ച് ആ തീ എന്താണെന്ന് അറിയാന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി ഒരു മക്കൾക്കും ഈ ഒരു ആപത്ത് വരല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആശുപത്രിയിലായിരിക്കുന്ന ഒരു മക്കൾക്കും ഒരു ഇതും വരുത്തല്ലെന്നാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രോഗവ്യാപനം ഉണ്ടായി എന്ന് കരുതുന്ന കാവിൻകുളം കുളത്തിൽ കുളിച്ച ആളുകൾക്ക് കൂടുതൽ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കൃത്യമായ പരിശോധന ആരോഗ്യവകുപ്പ് നടത്തുന്നില്ല എന്ന പരാതിയാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്? തലവേദനയുണ്ട്, കഴുത്തിന് ചെറിയൊരു വേദനയുണ്ട്, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഈ ബുദ്ധിമുട്ട് വെച്ചിട്ട് ഇന്നലെ പോയിരുന്നു മെഡിക്കൽ കോളേജിൽ. പോയപ്പോഴത്തേക്ക് ആദ്യം വെൺബൽ ഹോസ്പിറ്റലിൽ പോയി. അവർ നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അവിടെ പോയപ്പോഴത്തേക്കും ECG എടുത്തു, അല്ല ബ്ലഡ് ചെക്ക് ചെയ്തു. ബ്ലഡിൽ ഇത് അറിയാൻ പറ്റത്തില്ലെന്ന് ഇന്നത്തെ മെമ്പർ വന്നപ്പോഴും പറഞ്ഞത് ബ്ലഡിൽ അറിയാൻ പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയാവും. അതില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. കൃത്യമായ പരിശോധന നടത്തുന്നില്ല എന്നുള്ളതാണ്. നടത്തുന്നില്ല. നാട്ടുകാർക്ക് ഒരു സംതൃപ്തി നൽകുന്ന രീതിയിലല്ല ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്നൊരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. ബിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അന്താരാഷ്ട്ര